മമ്മൂട്ടി ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും മോഹൻലാൽ ഫാൻസുകാരും മമ്മൂട്ടിയെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡയലോഗുകളിൽ ഒന്നാണ് മമ്മൂട്ടിക്ക് 100 കോടി ക്ലബ് ഇല്ല എന്നുള്ളത്. അത് ഫാക്റ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മമ്മൂട്ടിയുടെ കരിയറിൽ അദ്ദേഹത്തിന് ഇന്നേ വരെ ഒരു 100 കോടി കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരു കാരണമാണ് സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള പ്രൊമോഷൻ ഇല്ല എന്നുള്ളത്. സാധാരണ മമ്മൂട്ടിക്കൊന്നും അത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആയിക്കോട്ടെ, കാര്യമായിട്ടുള്ള പ്രൊമോഷനൊന്നും ഈ സിനിമയ്ക്കൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ പല സിനിമകളുടെ ഉദാഹരണം എടുത്ത് പറയാം. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള കളങ്കാവൽ എന്ന സിനിമ അത്യാവശ്യമല്ല, നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിന് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ എണ്ണം കുറവാണ്. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായത്തിനാണ് എണ്ണം കൂടുതൽ. എന്നിട്ട് പോലും ആ സിനിമ ഏതാണ്ട് 80 കോടിയോളം രൂപ അവിടെ വന്നങ്ങ് നിന്നു. അതിന് മെയിൻ കാരണങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവേശത്തിനുള്ള പ്രൊമോഷൻ ഇല്ലാത്തതിന്റെ ഒരു കുറവ് തന്നെയാണ്. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ എടുക്കുക. കണ്ണൂർ സ്ക്വാഡൊക്കെ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിൽ വന്ന സിനിമയാണ്. പക്ഷെ ആ സിനിമ എന്നിട്ടും പോലും 85 കോടിയോളം കളക്ഷൻ നേടിയിട്ടുണ്ട്. അത്രയും നല്ലൊരു സിനിമയായിട്ട് പോലും നിങ്ങൾ ആലോചിക്കുക. ഭീഷ്മപർവം എന്ന സിനിമ, ഭീഷ്മപർവം ഈ അമൽ നീരദിന്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമയാണ്. കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് 100% ഒക്യുപ്പൻസിയിൽ വന്ന സിനിമകളിൽ ഒന്നാണ് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സിനിമയായിട്ട് പോലും ആ സിനിമ ഏതാണ്ട് 85 90 കോടിക്കടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ ഇപ്പോഴും ഈ ഭീഷ്മപർവം തന്നെയാണ്. അതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രൊമോഷൻ കൊടുത്തിരുന്നുണ്ടെങ്കിൽ എന്നേ അതൊക്കെ 100 കോടി കയറിയേനെ.